മുകളിൽ നിന്ന് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കോൾ വരുന്നുണ്ട്. അയാൾ പുറത്തു പോയി മുകളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. അപ്പം ഇങ്ങനെ മനസ്സിലായി മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്നാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് കാവലിരിക്കുകയാണ്. അപ്പോൾ ഇതിനെന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിണറായി വിജയന്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണ്. അതേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിരീശ്വരവാദിയൊക്കെ ആണെങ്കിലും അത് വിട്ട് അവസാന നിലയിൽ അധികം ഭ്രാന്തിന്റെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇത്തരം കള്ളക്കേസ് എടുക്കുന്നത്. അത് വേറൊന്നുമില്ല. വി ഡി സതീശൻ പറഞ്ഞ എന്തായാലും വി ഡി സതീശൻ നമ്മൾ നമിക്കേണ്ട കാര്യം, അർദ്ധരാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഈ കാര്യത്തിൽ ഇടപെടുകയും അത് അവസാനം കഴിയുന്നവരെ അദ്ദേഹം എനിക്ക് വേണ്ടി കാത്തു നിന്നു എന്നുള്ളതാണ്. അത് ഇറക്കിയതാണ് CPM-കാര്. നാണമുണ്ടോ മാർക്ക്? നാണമുണ്ടോ? എന്നിട്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുക. ആ ക്രൈം നന്ദകുമാറിനെതിരായിട്ട് 6 കേസും കണ്ടെടുത്തു. രാത്രി എല്ലാ ദിവസവും പോയി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും. ഇപ്പോൾ കോടതി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കേസുമില്ലാത്ത കാര്യത്തിലാണ്. അതായത് മുഖ്യമന്ത്രി വിമർശിച്ചു എന്നാണ്. ഒരു കാര്യമില്ല. CPM-നെ വിമർശിക്കാൻ പാടില്ല. പണ്ട് പറയില്ല പോളണ്ടിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് പറഞ്ഞ മാതിരി പിണറായി വിജയനെ കുറിച്ച് ഒന്നും മിണ്ടിയ വീട്ടിൽ പോലീസ് വരും. അത് ക്രൈം നന്ദകുമാറിൻ്റെ വീട്ടിലാണെങ്കിലും പോലീസ് വരും, സുബ്രഹ്മണ്യൻ്റെ വീട്ടിലാണെങ്കിലും പോലീസ് വരും. ഞങ്ങളെല്ലാം ഇടാൻ പോവാണ്. ഒന്ന് വരട്ടെ, പോലീസ് ഒന്ന് വരട്ടെ. തുടക്കത്തിൽ നമ്മൾ കേൾപ്പിച്ചത് നമ്മുടെ ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദമാണ്. അദ്ദേഹം ജനങ്ങളുടെ അതേ വികാരത്തിനനുസരിച്ചിട്ട് സംസാരിക്കുകയാണ്. ഒരു നേതാവ് വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളാണ് നല്ലൊരു നേതാവ്. അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത്, ഞങ്ങൾക്കെതിരെ നിരവധിയായിട്ടുള്ള AI വീഡിയോകൾ ഉണ്ടായിട്ടും ഞങ്ങളത് ആസ്വദിക്കുകയാണ് ചെയ്തത്, പരാതിപ്പെടാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. ആസ്വാദനശീലം ഒട്ടുമില്ലാതെ ചെറിയ വിഷയങ്ങൾക്ക് പോലും അസ്വസ്ഥനാകുന്ന ഒരാളല്ലേ നമ്മുടെ മുഖ്യമന്ത്രി. അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണ് എന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ താങ്കൾക്കെതിരെയും സാറിനെതിരെയും ഒരുപാട് കേസുകൾ എടുത്തിട്ടുണ്ട്. ഇതിനിടയിലും ഒരു കേസെടുത്തു. രാത്രി അടക്കം വീട്ടിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ വരെ ഉണ്ടായി. എന്തൊക്കെയാണ് പറയാനുള്ളത്? അതായത് എന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. അതായത് 6/12/2025 പുലർച്ചയ്ക്ക് 12:30 മണി എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി ഇരുട്ടിൻ്റെ മറവിൽ എൻ്റെ വീട്ടിൽ മുട്ടി വിളിക്കുകയാണ്. ആരാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ CCTV-യിൽ അപ്പുറത്ത് കാണുന്നത് 4 മഫ്റ്റി വേഷത്തിലുള്ള ആൾക്കാർ വന്ന് നിൽക്കുന്നത്. അപ്പം ആരാന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഞങ്ങൾ സൈബർ പോലീസ് ട്രിവാൻഡ്രത്ത് വന്നാണെന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നിട്ട് അവർ സൈബർ പോലീസ് എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. എന്നെയും കൂട്ടി തിരുവനന്തപുരത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അർദ്ധരാത്രി 12:30 മണിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് അവർ എന്നെ പിടിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കസ്റ്റഡി എടുക്കാന്ന് പറഞ്ഞാൽ അറസ്റ്റാണെന്നാണ് ഹൈക്കോടതി ജഡ്ജ് ബെച്ചു കുര്യൻ പറഞ്ഞത്. അതായത് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഏതാ കേസ് എന്താണെന്ന് ചോദിച്ചു. അപ്പം ഏതെങ്കിലും വാറൻ്റുള്ള കേസാണോ? അല്ല. പിന്നെ എന്താ കേസ് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സിന്ധു ജോയ് ഒരു പുതിയ പരാതി തന്നിരുന്നു. ആ പരാതിയിൽ നേരത്തെയുള്ള കേസിന് അതിൻ്റെ റിപ്പീറ്റേഷൻ പറഞ്ഞു എന്നുള്ളതാണ് കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ കേസാണ്. അതെ. അപ്പം സിന്ധു ജോയിൻ്റെ പുതിയ കേസാണെങ്കിൽ അതിന് അർണേഷ് കുമാർ വേഴ്സ് ബീഹാർ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം BNS 35(3) പ്രകാരമുള്ള നോട്ടീസ് തരണം. നോട്ടീസ് തന്നിട്ട് ഞാൻ ചെല്ലണം അവിടെ. ചെന്നിട്ട് എൻ്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് എൻ്റെ ഭാഗം ക്ലിയർ ആണെങ്കിൽ എൻ്റെ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ എങ്ങനെയാണ് നിങ്ങൾ എന്നെ പിടിച്ചു വരണം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ പറ്റില്ല. നിയമപ്രകാരം സുപ്രീം കോടതി വിധി നിങ്ങൾക്കും എനിക്കും ഒരേപോലെയാണ്. ആ വിധി ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് 7 വർഷം വരെയുള്ള കേസാണെങ്കിൽ നിങ്ങൾ ജാമ്യം തരും വേണം. അപ്പോൾ ഇതിൽ നിങ്ങൾ പറഞ്ഞ കാര്യമാണെങ്കിൽ അതപ്പോൾ ഈ പോലീസ് വന്നു പറഞ്ഞപ്പോൾ അവിടെയുള്ള അസോസിയേഷൻ പ്രസിഡൻറ്റും അവിടെയുള്ള ചുറ്റുള്ള നാട്ടുകാരൊക്കെ വന്നു. 2 പേര് എൻ്റെ റൂമിൽ അവിടെ വീട്ടിനുള്ളിൽ കയറി, അവർ ബാക്കിയെല്ലാം പുറത്തേക്കാണ്. അപ്പോൾ അവർ 2 പേരും വന്നിട്ട് പറഞ്ഞു എന്താണ് കേസ് ഞങ്ങൾക്ക് കൂടി അറിയണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് കേസ് എന്നിട്ട് നമ്മുടെ VS അച്യുതാനന്ദൻ്റെ ഒരു സിന്ധു ജോയെ പറ്റി പറഞ്ഞ ഭാഗമുണ്ട്. അതിൽ പറയുന്നത് അവരെ വേശ്യയെപ്പോലെ, അതായത് അഭിസാരിയെപ്പോലെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ ഒരു രാഷ്ട്രീയക്കാർ എന്നാൽ രാഷ്ട്രീയത്തിന് അവരെ കൊണ്ട് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. CPM കറിവേപ്പില പോലെ സിന്ധു ജോയെ ഇതുപോലെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ സിന്ധു ജോയും പറഞ്ഞിട്ട് ആ വീഡിയോയും അവരെന്ത് ചെയ്ത് ഏഷ്യാനെറ്റ് എന്നെടുത്ത് കാണിച്ചു. ഇത് നിരോധിച്ചിട്ടില്ല. നിരോധിക്കാത്തൊരു സാധനത്തിന് എനിക്കത് എവിടെ വേണം ഉപയോഗിക്കാം. അത് റെഫറൻസ് ഉപയോഗിച്ചിട്ട് ഞാൻ സിന്ധു ജോയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത്. പിന്നെ ഇങ്ങനെ കേസ് വരുന്നതെന്ന് ചോദിച്ചു.
അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ അവിടെ തിരുവനന്തപുരത്ത് ചെന്നിട്ട് നമുക്ക് പറയാമെന്ന്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യലാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. അർണേഷ് കുമാർ വേഴ്സസ് ബീഹാർ എന്നുള്ള കേസിൽ സുപ്രീം കോടതി വിധിയുള്ളിടത്തോളം കാലം ഞാൻ വരാൻ പറ്റില്ല എന്നാണ് തീർത്ത് പറഞ്ഞു. അപ്പോൾ അടുത്ത അവരൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞു അങ്ങനെ രാത്രി കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അതുകൊണ്ടൊന്നല്ല, നിയമപ്രകാരം ഇവർക്ക് എന്നെ നോട്ടീസ് തരാതെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനിടയിൽ വി ഡി സതീഷിനെ വിവരം അറിയിച്ചു. രാത്രി 1:30 മണിക്ക് വി ഡി സതീഷിനെ വിവരം അറിയിച്ചു. ഏകദേശം 2 മണിയോടെ രാത്രി വി ഡി സതീശൻ ഫോൺ എടുത്തു എന്നാണ് ഞാൻ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. പല ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും രാത്രി ഫോൺ എടുക്കില്ല. നമ്മളെ മുഖ്യമന്ത്രി ആണെങ്കിൽ ഫോൺ എടുക്കുമോ, വേറെ നേതാക്കന്മാർ ഫോൺ എടുക്കും, അപ്പോൾ സുഖമായി കിടന്നുറങ്ങും. അതിപ്പോൾ സമയമില്ല, രാവിലെ വിളിക്കാൻ പറയും. അദ്ദേഹം അത് എന്താണ് പ്രശ്നം എന്നുള്ളത് ശരിക്കും കേട്ടു. അപ്പം അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞു, എന്നെ ഇങ്ങനെ ഒരു സിന്ധു ജോയുടെ കേസിൽ VS അച്യുതാനന്ദൻ പറഞ്ഞ സംഭവമാണ്, ഒരിക്കലും കേസ് നിൽക്കില്ല, അത് സിന്ധു ജോയ് എന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ റഫർ ചെയ്ത് അവർക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അതിലാണ് ഒരു കേസുമായി വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു കാരണവശാലും കേസ് എടുക്കാൻ പറ്റില്ല, മാത്രമല്ല ഞാൻ അവരോട് സഹകരിക്കാൻ തയ്യാറാണ്, എനിക്ക് നോട്ടീസ് തന്ന് പോവുക എന്നുള്ളതാണ് അതിൻ്റെ നിയമപരമായ വശം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിരുന്നു. അദ്ദേഹം അത് പ്രകാരം DGPയെ വിളിച്ചു. ഏകദേശം ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരവിടെ ഇരുന്നു, നാട്ടുകാരവിടെ ഇരുന്നു എനിക്ക് കാവലായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ലോക്കൽ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. ലോക്കൽ പോലീസിനൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ലോക്കൽ പോലീസ് വന്നാലും എൻ്റെ നിലപാട് സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾക്കല്ല, ഇന്ത്യയിലെ എല്ലാ ജഡ്ജിമാർക്കും എല്ലാ ഭരണത്തിലിരിക്കുന്നവർക്കും DGPക്ക് അടക്കം ബാധകമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അതൊന്നുമില്ല. മുകളിൽ നിന്ന് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കോൾ വരുന്നുണ്ട്, അയാൾ പുറത്തുപോയി മുകളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. അപ്പം ഇങ്ങനെ മനസ്സിലായി മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്നാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് കാവലിരിക്കുകയാണ് അർദ്ധരാത്രി, അത് ആലോചിക്കണം. അപ്പോൾ ഒരു തെളിവുമില്ലാത്ത ഒരു കള്ളക്കേസ്, അതിനോ ജാമ്യം കിട്ടാത്ത IT Act 67 അടക്കമുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുക. 5 വർഷം വരെ തടവ് ശിക്ഷയാണ് കിട്ടാവുന്ന വകുപ്പാണ്. ഞാൻ പറഞ്ഞ അനങ്ങാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു. 7 വർഷം വരെയുള്ള കേസായതുകൊണ്ട് ഇങ്ങനെയാണ്, നിങ്ങൾ വകുപ്പ് ചേർത്തിയതുകൊണ്ട് കുറേ വകുപ്പുകൾ ചേർക്കുക, ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കുക, അറസ്റ്റ് ചെയ്യുക എന്നുള്ള സ്ഥിരം പരിപാടി. ഈ അർണേഷ് കുമാറിൻ്റെ വിധിയെ ഞാൻ കർശനമായി നിബന്ധന പിടിച്ചോടുകൂടി അവസാനം എന്ത് വന്നു, അവിടെ നിന്ന് അവർക്ക് ഉത്തരവ് കിട്ടി. പിന്നെ തിരുവനന്തപുരം ACP വിളിച്ചു. അദ്ദേഹം പറഞ്ഞു നോട്ടീസ് കൊടുത്ത് ചെല്ലാൻ പറഞ്ഞു. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് അസുഖമായിട്ട് കുറച്ച് കാലമേ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തതാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റും മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി, രാത്രി എൻ്റെ ഡോക്ടറെ അടുത്ത് പോയി അത് കൃത്യമായി പഠിച്ച് അവിടെ അദ്ദേഹം ഡോക്ടർ അവരുടെ ക്ലിനിക് തുറന്ന് ഒരു സർട്ടിഫിക്കറ്റും തന്നു, എനിക്ക് അസുഖമാണെന്നുള്ള കാര്യം തോന്നുന്നു. ഇങ്ങനെയാണ് പോയത്. അതായത് അർദ്ധരാത്രി ഇരുട്ടിൻ്റെ മറവിൽ അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായിട്ടാണ് പത്രസ്വാതന്ത്ര്യവും പൗരസ്വാതന്ത്ര്യമൊക്കെ നിഷേധിച്ച് പിണറായി വിജയൻ്റെ ഏകാധിപത്യ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യം ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യുന്നത്? ഇന്നലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന തലമുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ AI നിർമ്മിച്ചതെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനും അത് ഉണ്ണീഷൻ പോറ്റിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തു പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോയത്. രാത്രി അറസ്റ്റ് ചെയ്തുകൊണ്ടായത്, അർദ്ധരാത്രിയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ടാണത്. ഇതേപോലെ ശരിക്കും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും അർണേഷ് കുമാർ വേഴ്സ് ബീഹാർ ഇതിൻ്റെ. അപ്പം രാവിലെയാണ് ഇരിക്കാൻ ഞാൻ മനസ്സിലാക്കിയ കാര്യം എവിടെയോ ഇങ്ങനെ കേട്ടു. അപ്പം ഇന്നലെ യാത്രയിലിരുന്ന് ഞാൻ ഇന്നലെ സൈബർ പോലീസിലായിരുന്നു തിരുവനന്തപുരം, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൃത്യമായി പഠിച്ചില്ല. അപ്പം ഈ രാവിലെയാണ് ഇരിക്കുക, രാവിലെയാണെങ്കിൽ നോട്ടീസ് കൊടുക്കാൻ അധികാരമുള്ളൂ. നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തോട് ഇന്ന ഡേറ്റിന് വരാൻ വേണ്ടി പറയാനേ പാടുള്ളൂ. BNSS 35 പ്രകാരം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം 7 വർഷം വരെയുള്ള തടവ് ശിക്ഷയുള്ള കേസുകളിൽ BNSS 35(3) പ്രകാരമുള്ള നോട്ടീസ് ആദ്യം തരണം. ഏത് കേസ്, എന്നിട്ട് നമ്മുടെ ഭാഗം കേൾക്കണം, എന്നിട്ട് മാത്രമേ എന്ത് ഇതാവാൻ പറ്റുള്ളൂ, അറസ്റ്റ് ചെയ്യാനോ മറ്റുള്ള നടപടിക്ക് പോലീസിന് പോകാൻ പറ്റുള്ളൂ. ഇതാണ് നിയമം. അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ആ പോലീസ് ഓഫീസർക്കെതിരെ നടപടി എടുക്കാൻ പറ്റും. എൻ്റെ വീട്ടിൽ വന്ന് DK ബാസു വേഴ്സ് വെസ്റ്റ് ബംഗാൾ കേസിലുള്ള കുറേ നിബന്ധനകളുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വരേണ്ട എവിടെ, ഏത് സാഹചര്യം, എങ്ങനെയൊക്കെ. ഞാൻ പിടികിട്ടാപ്പുള്ളിയല്ല, ഞാൻ കൊലപാതകം ചെയ്ത ആളല്ല, ഭീകര കുറ്റങ്ങൾ ചെയ്ത ആളല്ല, ബോംബ് സ്ഫോടനം മറ്റേ നടത്തിയ ആളല്ല. ഞാനൊരു പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഭരണഘടനയുടെ 19(1)A പ്രകാരമുള്ള വകുപ്പ് അനുച്ഛേദം ഉപയോഗിച്ച് ഞാൻ പത്രസ്വാതന്ത്ര്യം നടത്തിയ ആളാണ്. ആ നടത്തിയതിന് കൃത്യമായ രേഖകളുണ്ട്. ആ രേഖകളാണ് എൻ്റെ മുന്നിലുള്ളത്. ഇതിപ്പോൾ അവസാനം എന്തായി, അന്ന് VD സതീശൻ ശക്തമായ രൂപത്തിൽ രാത്രി അത് എന്നെ കൊണ്ടുപോയില്ല എന്ന് പറയുന്നവരെ അദ്ദേഹം കൃത്യമായി കാത്തിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞു.
അദ്ദേഹത്തെ 5 മണിവരയ്ക്ക് അറിയിച്ചു, അവസാനം നോട്ടീസ് തന്നു പോയി എന്ന് പറഞ്ഞപ്പം അദ്ദേഹം ഇല്ല എങ്കിൽ ഞാൻ നാളെ രാവിലെ ഇതിനെ ഏറ്റെടുക്കും എന്നോട് പറഞ്ഞു. ഈ പ്രശ്നം ഏറ്റെടുത്ത് വലിയ തോതിൽ ഞാൻ പ്രശ്നം ആരംഭിക്കും, തിരുവനന്തപുരത്ത് സൈബർ പോലീസിലേക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തും എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ ഏറ്റെടുക്കും ഈ സമരം. കാരണം ഇത് പൗരാവകാശ ലംഘനമാണ്, പത്രസ്വാതന്ത്ര്യത്തിന് ലംഘനമാണ്, മാത്രമല്ല അർദ്ധരാത്രിയിൽ വന്നിട്ട് ചെയ്യാനുള്ള ഒരു കാര്യമില്ല. അതിനിടയിൽ എല്ലാ രേഖകളും ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ VS അച്യുതാനന്ദന്റെ പ്രസംഗമൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ കണ്ട മറ്റു പ്രതിപക്ഷ നേതാക്കന്മാരും വ്യത്യസ്തമായി ഈ ഒരു പൗരന്റെ, എന്റെ ഒരു പൗരനായി കണ്ടാൽ മതി, ഒരു പൗരന്റെ പ്രശ്നത്തിൽ നിയമവിരുദ്ധമായി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അത് കൃത്യമായി നിയമം പറഞ്ഞ് DGP വാൺ ചെയ്ത് അദ്ദേഹം അതിൽ കൃത്യമായി നിയമപരമാക്കി മാറ്റി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം. അദ്ദേഹത്തെ പോലെ എത്ര പ്രതിപക്ഷ നേതാക്കന്മാർ ഇങ്ങനെയുണ്ട് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ പ്രതിപക്ഷ നേതാവിനോടാണ് വിശ്വാസം. ആ വിശ്വാസം വരുന്ന അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് എൻ്റെ പ്രശ്നമല്ല, കേരളത്തിലെ നിരവധി ആയിരക്കണക്കിന് ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ പ്രശ്നമാണ്. അത് അദ്ദേഹം നിയമപരമായി പഠിച്ചു. എന്താ വെച്ചാൽ അർണേഷ് കുമാറിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം ഒരാൾ അങ്ങനെ അറസ്റ്റ് ചെയ്യാനോ വരാനോ പാടില്ല രാത്രി. പകരം അവർക്ക് നോട്ടീസ് കൊടുക്കണം. അല്ല ഏത് സമയത്താണ് ആദ്യം നോട്ടീസ് കൊടുക്കണം. ഇവിടെ വന്നിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതാണ് അദ്ദേഹം കൃത്യമായി നിയമപ്രകാരം DGPനെ ഉണർത്തിച്ചത്. അല്ല, രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതെ, രാഹുൽ ഈശ്വറിനോട് ചെയ്തതും ഇതേപോലെ നിയമവിരുദ്ധമായ കാര്യമാണ്. സുബ്രഹ്മണ്യത്തോട് ചെയ്തത് അർണേഷ് കുമാറിന്റെ ജഡ്ജ്മെന്റിന് വിരുദ്ധമായ കാര്യം. ഒരിക്കലും അങ്ങനെ പറ്റില്ല. ഈ സുബ്രഹ്മണ്യൻ അതിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പോലീസുകാരൻ സസ്പെൻഷനിലാവും, ചേവായൂരിലെ പോലീസുകാര്. അപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഒരു ഭാഗം കൂടി കേൾക്കേണ്ടത് വെച്ചാൽ ഈ എൻ്റെ കേസിൽ ഇടപെട്ട ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, എനിക്കെതിരെയുള്ള കേസിൽ കോടതി എന്നെ പറഞ്ഞിരിക്കുന്നു ഇതിൽ ഒരു വകുപ്പും നിലനിൽക്കുകയില്ല എന്നുള്ളത്. അത് ഞാൻ വായിക്കാം. ഇന്നലെ ഇതിന്റെ തിരുവനന്തപുരം സെഷൻസ് കോടതി ജഡ്ജ് രേഖ ആറാണ്, അഡീഷണൽ സെഷൻസ് ജഡ്ജ്. അവര് തിരുവനന്തപുരം സൈബർ പോലീസ് എടുത്ത 171/2025 ഓഫ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റേർഡ് ഫോർ അലജഡി കമ്മിറ്റിംഗ് ദ ഒഫൻസസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 75(1)(4), 78, 79, 351(1), 351(2) ഓഫ് BNS സെക്ഷൻ IT ആക്ട് 67. ഒരു വകുപ്പ് അതിനകത്ത് 5 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന വകുപ്പ് നോൺ ബെയിലബിൾ ആണ്. ഈ വകുപ്പ് വെച്ചിട്ടാണ് അവർ വന്നത്. ഈ കേസിൽ ഈ വകുപ്പുകളൊക്കെ നിലനിൽക്കോ ഇല്ല എന്നുള്ള കോടതി കണ്ടെത്തിയ രീതിയാണ് വളരെ പ്രധാനപ്പെട്ട. കാരണം ആ കോടതി നമ്മൾ ഹാജരാക്കിയ രേഖകളെല്ലാം, വീഡിയോസ് എല്ലാം കണ്ടു. ആദ്യം ഞാൻ ചെയ്ത വീഡിയോ കണ്ടു, അതിനുശേഷം അതിന് തെളിവായിട്ടുള്ള വീഡിയോ കണ്ടു. ഏഷ്യാനെറ്റിൽ നിന്നാണ് ഞങ്ങൾ എടുത്തത്. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും നിയമപരമായി നിൽക്കുന്ന ഒരു സാധനമാണ്. അതിനെതിരെ സിന്ധു ജോയ് കേസ് കൊടുത്തിട്ടില്ല, അത് റിമൂവ് ചെയ്യാനും പറയാത്ത കാലം നിയമപരമാണ്. അപ്പൊ അതാണ് ഞാൻ റെഫറൻസ് വെച്ചത്. ഓൺ വ്യൂയിങ് ദ വീഡിയോ അപ്ലോഡഡ് ബൈ ദ പെറ്റീഷണർ, ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് ദ പെറ്റീഷണർ വാസ് എക്സ്പ്ലെയിനിങ് how he had succeeded in a legal battle in a case registered in cyber police station by producing certain documents. The petitioner mentioned a public statement made by the informant about herself in the same video. Thereafter, the petitioner shared excerpts from a video in which late VS Achyutanand made comments about the informant. It is true that petitioner repeated the very same comments made by the late VS Achyutanand in the later part of the video. Petitioner claimed to have produced the above video in the case before Honorable Supreme Court to win the case. It is evident that petitioner did not make any comment of his own against the informant in that video. VS പറഞ്ഞതാണ് മാത്രമാണ് പറഞ്ഞത്. VS പറഞ്ഞതിനെ ഞാൻ എന്തെങ്കിലും അവരെ മോശമായി പറഞ്ഞിട്ടില്ല എന്ന് കോടതി പറയാണ്. It is evident that petitioner did not make any comment of his own against the informant in that video. അതായത് ഞാൻ അവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. There was no sexually colored remarks of his own made by the petitioner against the informant in that video. അതായത് സിന്ധു ജോയെ കുറിച്ചിട്ട് ഞാൻ സെക്ഷലി കളർഡ് ആയിട്ട് റിമാർക്സും പറഞ്ഞിട്ടില്ല. On viewing the video, it is evident that the petitioner did not air his own views about the informant or endorse the statement made by the late VS Achyutanand about the informant in the disputed video. അതായത് ഇത് കണ്ടിട്ട് എൻ്റെതായ ഒരു വ്യൂ അതിനെപ്പറ്റി പറഞ്ഞില്ല. അതേ സമയത്ത് VS Achyutanand പറഞ്ഞത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. The petitioner was only explaining how he had succeeded in a legal battle by producing the public statement of the informant and the aforesaid video in which later VS Achyutanand made comments about the informant.
ഞാൻ എങ്ങനെയാണോ സുപ്രീം കോടതിയിൽ ഒരു കേസിൽ വിജയിച്ചത്, അതിന് ഈ ഡോക്യുമെന്റ് ഒക്കെയാണ് ഞാൻ ഹാജരാക്കിയത് എന്ന് വിവരിക്കുകയാണ് ആ വീഡിയോയിൽ ചെയ്തത് എന്നാണ് പറഞ്ഞത്. ഇൻ ദ അബവ് ഫാക്ച്വൽ ബാക്ക്ഡ്രോപ്പ് ഓഫ് ദിസ് കേസ്, this court is of the definite opinion that the petitioner is entitled to anticipatory bail. അതായത് ഈ കാരണത്താൽ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു തരത്തിലും അശ്ലീലപരമോ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുന്നതോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതോ അവരെ മോഡസ്റ്റിയെ അപമാനിക്കുന്നതോ ഒന്നും തന്നെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ അവരെ കുറിച്ച് പറഞ്ഞ അഭിസാരിയെ പോലെ അവരെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന കാര്യത്തെ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, മോശമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെയാണ് കോടതി കൃത്യമായി പഠിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ എനിക്കെതിരെ പിണറായി വിജയന്റെയും അതേപോലെ പി ശശിയുടെയും നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് എടുത്തിട്ടുള്ളതെന്ന് എനിക്ക് പോലീസിന് മനസ്സിലാക്കാൻ പറ്റി. അത് പോലീസ് നിർബന്ധിതരായിട്ട് എടുത്താണ്. ഇതേപോലെ 6 കേസുകൾ എനിക്കെതിരെ എടുത്തിട്ടുണ്ട്. ഇപ്പം സുബ്രഹ്മണ്യനെതിരെ എടുത്ത കേസിന്റെ വകുപ്പ് എന്താ അറിയോ? 192 BNS 192 എന്ന് പറഞ്ഞാൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ്. എന്റെ പേരിൽ 6 കേസുകളാണ് എടുത്തത്. എന്തിനാ അറിയോ? ഒന്ന് സിൽവർ ലൈനിന്റെ CPM കാരന്റെ പ്രസ്താവന ഞാൻ പ്രസിദ്ധീകരിച്ചതിന് പിണറായിക്കെതിരെ. 2 വയനാട്ടില് നമ്മുടെ ഓഫീസിലെ ഐശ്വര്യ, മുമ്പ് പ്രീത എന്ന് പറയുന്ന 2 പേരും, പിന്നെ ഞാൻ തന്നെ പലതവണയായിട്ട് ചെയ്ത വീഡിയോ, ഏത് മുണ്ടക്കൈ ദുരന്തത്തിൽ കിട്ടിയ പണം കൃത്യമായി ഉപയോഗിക്കാത്തതിനെതിരെ പിണറായി വിജയനെതിരെ പറഞ്ഞ കാര്യം, സൊസൈറ്റിക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്. പിണറായി വിജയനെ വിമർശിച്ചാൽ, അദ്ദേഹത്തിന് ഒരു ശബ്ദം കേട്ടാൽ അദ്ദേഹത്തിന് മാനസിക നില തെറ്റാണ്. ഇതിന്റെ പേരിലാണ് ഇന്ത്യ ഓഫീസ് റെയ്ഡ് ചെയ്തതും ഇവിടെ കമ്പ്യൂട്ടറൊക്കെ എടുത്തുകൊണ്ട് പോയി തന്ന് അവസാനം തിരിച്ചു തരേണ്ടി വന്നു, കോടതി ഉത്തരവിട്ടു. അപ്പൊ ഇതിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിണറായി വിജയന്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ VD സതീശൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം കേൾക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. ശബ്ദം കേട്ടാൽ അപ്പൊ കേസ് എടുക്കുകയാണ്. അദ്ദേഹത്തിന് ആകെ എല്ലാം കൂടെ മാനസിക വിഭ്രാന്തിയിലാണ്. ഒരു ഏകാധിപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഒരു ഭീകരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? അദ്ദേഹത്തിന് അവർക്ക് സമനില തെറ്റും. ഇവിടുന്ന് ശത്രുക്കളുണ്ട്. ഇവിടുന്ന് ശബ്ദം കേട്ടാൽ അത് ആവാൻ പറ്റാത്ത മാനസിക നിലയിലേക്ക് പോകും. ആരെങ്കിലും എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെയുള്ള ഭയം. അല്ല, ഏത് തരത്തിലും എവിടെന്നെങ്കിലും ശബ്ദം കേട്ടാൽ മതി അവർക്ക് പ്രശ്നം. പിണറായി വിജയൻ അതുപോലെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, സമനില തെറ്റിയിരിക്കുന്നു. അദ്ദേഹം ഒരു ഏകാധിപതിയേക്കാൾ കഷ്ടമായിരിക്കുന്നു. ഹിറ്റ്ലറും മുസോളിനി ഇങ്ങനെ തന്നെയായിരുന്നു. അതിനെക്കാളും കഷ്ടമാണ് ഇദ്ദേഹത്തിന്റെ കാര്യം. അതുകൊണ്ടല്ലേ 10-40 പോലീസ് വണ്ടീന്റെ സഹായത്തോടെ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. ജനങ്ങളെ മറ്റേ എല്ലാ ബന്ധമുണ്ട് പിണറായി വിജയന്. അപ്പൊ അദ്ദേഹം പേടിക്കാണ്, അദ്ദേഹം കുറ്റവാളിയാണ്. നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള കൊടും ക്രിമിനലാണ് പിണറായി വിജയൻ. ലാവ്ലിൻ കേസിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ 9 വർഷമായിട്ട് BJPന്റെ സഹായത്തോടെ രക്ഷപ്പെട്ട് നടക്കുകയാണ്. ഇതേപോലെ അദ്ദേഹത്തിന്റെ മകളും ഒക്കെ ഉൾപ്പെട്ട എത്രയോ കേസുകളിൽ അദ്ദേഹം പ്രതിയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും, ഇതൊക്കെ പറയും. അപ്പാട് അദ്ദേഹം അസ്വസ്ഥനാണ്. ഈ 4-5 മാസം കൂടി കഴിഞ്ഞാൽ എന്താവും അദ്ദേഹത്തിന്റെ 2-3 മാസം കഴിഞ്ഞാൽ അധികാരം ഒഴിയേണ്ടി വരും. പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് അദ്ദേഹത്തിന് എതിരെ വരുന്ന ഓരോ ശബ്ദവും പോലും അദ്ദേഹത്തിന് അലോസരപ്പെടുത്തുകയാണ്. അത് മാനസിക തലത്തിലാണ്. ഈ പാരഡിപ്പാറ്റൊക്കെ വല്ലാത്ത രീതിയിലുള്ള ക്ഷതമാണ് ഏൽപ്പിച്ചത്. ക്ഷതമായിരിക്കാം. നടന്ന സംഭവത്തെ പാരഡി ചെയ്ത് ഇപ്പോഴൊന്നും തുടങ്ങിയല്ലോ. അത് ഷെയർ ചെയ്ത സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്യാൻ പോയ നടപടി. കാരണം ഇപ്പോ കേരളത്തിലെ ഓരോ ജനങ്ങളുടെ ചുണ്ടിലും അറിയാതെ തന്നെ ഈ പാട്ടിന്റെ ഈ താളത്തിൽ ആളുകൾ മൂളിപ്പോവാണ്. പോറ്റിയെ കയറ്റിയെ അല്ല, പോറ്റിയെ കയറ്റിയെ എന്ന് പറയുമ്പോഴേക്കന്നെ പിണറായി വിജയന് സമനില തെറ്റാണ്. ദുസ്വപ്നങ്ങൾ കാണുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും. അദ്ദേഹം ഭീകര സ്വപ്നങ്ങൾ കാണുന്നു. അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അയ്യപ്പൻ എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം കാണുന്നത്. അതിനുവേണ്ടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ജ്യോത്സ്യന്മാരെയും അതേപോലെ പൂജ നടത്തുന്നവരെ കൊണ്ടുവന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിരീശ്വരവാദിയൊക്കെ ആണെങ്കിലും അത് വിട്ട് അവസാന നിലയിൽ അധികം ഭ്രാന്തിൻ്റെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇത്തരം കള്ളക്കേസ് എടുക്കുന്നത്. അല്ല വേറൊന്നുമില്ല. VD സതീശൻ പറഞ്ഞ എന്തായാലും VD സതീശൻ നമ്മൾ നമിക്കേണ്ട കാര്യം, അർദ്ധരാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഈ കാര്യത്തിൽ ഇടപെടുകയും അത് അവസാനം കഴിയുന്നവരെ അദ്ദേഹം എനിക്ക് വേണ്ടി കാത്തു നിന്നു എന്നുള്ളതാണ്. അതാണ് ഒരു ജനകീയ നേതാവിൻ്റെ ക്രെഡിബിലിറ്റി. അദ്ദേഹം ആണ് ജനകീയ നേതാവ്. ഇങ്ങനെയുള്ള ആളുകൾ വേണം നമ്മുടെ സമൂഹത്തെ നയിക്കാൻ, നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വേണ്ടത്, നമ്മളെ മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നമ്മുടെ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയേക്കാൾ
പ്രതീക്ഷ നൽകുന്നത് ഇവിടുത്തെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും തന്നെയാണ്. അതിൽ സംശയമില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ കാര്യത്തിൽ രാത്രി ചെയ്ത അർദ്ധരാത്രി ചെയ്തുള്ള ഒരു പോലീസ് സന്നാഹത്തോടെ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അത് കൃത്യമായി ഇല്ലാതാക്കി നിയമപരമായിട്ടത് തടഞ്ഞ് എനിക്ക് നിയമപരമാക്കിയ കാര്യങ്ങൾ തന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു കള്ളക്കേസ് എടുത്തു എന്നുള്ളത് ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവർ വന്ന് നമ്മളെ പിടിച്ചുകൊണ്ടുപോകണം, അറസ്റ്റ് ചെയ്യുന്നു, ജയിലടയ്ക്കുന്നു, പിന്നെ രാത്രി കൊണ്ടുപോയിട്ട് ജഡ്ജിൻ്റെ അടുത്ത് ആവുന്ന മുമ്പ് അവകാശങ്ങൾ നിഷേധിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് എൻ്റെ 2 കേസിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വന്നത്. ഇവിടെ അങ്ങനെ അതൊക്കെ മറികടക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ്. അർദ്ധരാത്രിയാണ് പോലീസ് വളഞ്ഞത്. അന്ന് VD സതീശൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചത്? അതായത് പോലീസിൻ്റെ കൂടെ എനിക്ക് പോവാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. എനിക്ക് ബലം പ്രയോഗിച്ചിട്ടാണെങ്കിൽ അവർ കൊണ്ടുപോകും. അങ്ങനെ സ്വാഭാവികം നടക്കും. നിയമം പറഞ്ഞുകൊണ്ടാണ് തടസ്സപ്പെട്ടത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ VD സതീശൻ ഇടപെടലൊക്കെ വന്നുകൊണ്ടാണ് അവർക്ക് നിർബന്ധിതരായത്. അതേസമയത്ത് രാത്രി എന്തിനാണ് വന്നത്? രാത്രി വന്നത് ദുരുദ്ദേശത്തോടെ തന്നെയാണ്. രാത്രി വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ഭീകരമായി മർദ്ദിക്കുകയും അതിനുശേഷം ജയിലിൽ വെച്ച് എന്നെ കൊല്ലാനുമുള്ള പരിപാടിയുമാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കി. നേരത്തെ തന്നെ പി ശശിക്കും പിണറായി വിജയനും നേരിട്ടതാവാതെ സിന്ധു ജയയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് എന്നെ ജയിലിൽ ക്രിമിനലുകളെ കയറ്റി എന്നെ അപായപ്പെടുത്താനുള്ള നീക്കമാണ് ഇവർക്കുള്ളത് എന്ന് നേരത്തെ എനിക്ക് അറിയാൻ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് സിന്ധു ജയനെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പ് ശോഭന ജോർജിനെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തെന്ന് പൊളിഞ്ഞുപോയി 99-ൽ. ഇപ്പം ഭരണം അവസാനിക്കാൻ പോകുന്ന സമയത്ത് സിന്ധു ജോയിനെ ഉപയോഗിച്ചിട്ടാണ് അവരൊരു കള്ളപ്പരാതി ഉണ്ടാക്കി എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാത്രി ഒരു കോടതി ജഡ്ജിൻ്റെ അടുത്ത് ഹാജരാക്കുള്ളൂ. അപ്പോൾ റിമാൻഡ് ചെയ്യും, ഓട്ടോമാറ്റിക് നോൺ ബെയിലബിൾ വകുപ്പുകൾ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞ് ജയിലിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഇവരെ ക്രിമിനലിലൊക്കെ കയറ്റും. എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്നെ കൊല്ലാനുള്ള പ്ലാനായിരുന്നു പിണറായി വിജയനും അതേപോലെ പി ശശിക്കുമുള്ളത്. അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്നെ രക്ഷിച്ചത്. എനിക്ക് അദ്ദേഹത്തോട് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കടപ്പാട് തന്നെയാണുള്ളത് എന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ കടമയാണ് ചെയ്തത്. അർദ്ധരാത്രി ഉറക്കൊഴിഞ്ഞിരുന്നിട്ടാണ് അദ്ദേഹം ചെയ്തതെന്ന് ഓർക്കണം.